ഹലോ നമസ്കാരം. ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സൈഡിൽ സുധിയും ശ്രുതിയും, മറു സൈഡിൽ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്. ഈ ഒരു അവസരത്തിൽ സുധിയെ തൻ്റെ അമ്മ പോലും കൈവിട്ട അവസ്ഥയാണ്. അതായത് ആ ഒരു വീടും ഭാഗം വയ്ക്കുന്ന കാര്യം വന്നപ്പോൾ, വീട് വിറ്റ് സ്വത്തുകൾ ഭാഗം വയ്ക്കുന്ന കാര്യം വന്നപ്പോഴാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സുധിയും ശ്രുതിയും ഒറ്റപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? സുധിയാണെങ്കിൽ ഒരു പഠിച്ച കളി, അതോടൊപ്പം തന്നെ സുധിയും. ഇനി അവരുടെ കള്ളങ്ങൾ എപ്പോൾ പുറത്തു വരും? അത് മാത്രമല്ല, ഈ വീടിനെ കുറിച്ചുള്ള ആ രഹസ്യം, ഇത് ഒരു നിങ്ങളെ പറ്റിച്ചുകൊണ്ട് അവര് നിങ്ങളെ പറ്റിക്കുന്നതാണ് എന്നുള്ള സത്യം എങ്ങനെ ഇനി സുധിയും ശ്രുതിയും തിരിച്ചറിയും എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. അതായത് എങ്ങനെയെങ്കിലും ഈ വീട് വാങ്ങണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ സുധിയുടെ മുന്നിൽ. അത് ഏത് വിധേനയാണെങ്കിലും ഈ വീട് വാങ്ങണം. അതിനു വേണ്ടിയിട്ട് സുധി പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ 2 കോടി രൂപ തനിക്ക് ലോൺ സാങ്ഷൻ ആവും. പക്ഷേ എങ്കിൽ പോലും വീണ്ടും 70 ലക്ഷം രൂപ താൻ വീണ്ടും കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തണമെന്ന് അറിയത്തില്ല. അങ്ങനെ സുധി ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് വീടിന്റെ കാര്യം വന്നത്. വീട് വിൽക്കാനായിട്ടാണെങ്കിൽ ആരും സമ്മതിക്കത്തില്ല. അവസാനം ചന്ദ്രമതി പറയാണ്, ശ്രുതി നീ നിന്റെ അച്ഛനോടൊന്ന് ചോദിക്കാമോ? അവസാനം ചന്ദ്രമതിയും സുധിയും ഒരുമിച്ച് പറഞ്ഞപ്പോൾ ശ്രുതി തന്റെ അച്ഛനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എവിടെ അച്ഛൻ? എവിടെ തന്റെ ഇളയച്ഛൻ? ആരും ഇല്ലല്ലോ. അതെല്ലാം തന്റെ സങ്കല്പം മാത്രമല്ലേ, താൻ നാടകം കളിക്കുവാണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അവസാനം ശ്രുതിയുടെ മുന്നിൽ തെളിഞ്ഞത് മീരയുടെ ഫോൺ നമ്പറാണ്. അങ്ങനെ മീരയെ വിളിച്ചിട്ട് തന്റെ ഇളയച്ചനോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് മീരയോട് ശ്രുതി സംസാരിക്കുന്നത്. പക്ഷേ അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന രേവതിക്ക് ചെറിയൊരു സംശയം. ആ സംസാരത്തിനിടയിൽ ശ്രുതിയുടെ ഫോൺ തറയെ വീഴുന്നുണ്ട്. പെട്ടെന്ന് രേവതി ഫോൺ എടുക്കുന്ന സമയത്ത് ശ്രുതി പിടിച്ചു വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഇളയച്ചനോട് സംസാരിച്ചു. ഇളയച്ചൻ സമ്മതിക്കത്തില്ല, പൈസ ഇല്ല എന്ന് തന്നെയാണ് ശ്രുതിയും പറയുന്നത്. കാരണം ഇത് നടക്കത്തില്ല, ഇപ്പോൾ പൈസ ഇല്ല, ക്യാഷ് ഇല്ല എന്ന് ഇളയച്ചനും പറഞ്ഞു. അപ്പോൾ വീണ്ടും സുധി ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ വീട് വിറ്റിട്ട് എനിക്ക് ആ പൈസ തരാമോ എന്ന് ചോദിച്ചു. എൻ്റെ ഷെയർ തരാമോ എന്ന് ചോദിച്ചു. പക്ഷെ രവീന്ദ്രൻ പറഞ്ഞു, എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറത്തില്ല, ഞാൻ വീട് വിൽക്കത്തില്ല എന്ന് രവീന്ദ്രനും പറഞ്ഞു. ചന്ദ്രമതിയോട് ചോദിച്ചപ്പോൾ, നീ വേറെ ഏതെങ്കിലും വഴി നോക്കൂ സുധി, അല്ലാതെ വീട് വിൽക്കാനായിട്ട് ഞാനും എന്തായാലും സമ്മതിക്കത്തില്ല, വേറെ ഏതെങ്കിലും വഴി നിങ്ങളുണ്ടോ എന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയും പോയി. വർഷയും ശ്രീകാന്തും ആ വഴിയിൽ പോയി. സച്ചിയും രേവതി പോവുകയാണ്. പക്ഷെ പെട്ടെന്ന് സച്ചിയെ രേവതി തടഞ്ഞു നിർത്തിയതിന് ശേഷം ചോദിക്കുന്നുണ്ട്, സച്ചിയുടെ എനിക്കൊരു സംശയം, ശ്രുതി അവളുടെ ഇളയച്ചനെ തന്നെയാണോ വിളിച്ചതെന്ന്. അപ്പോൾ സച്ചി ചോദിച്ചു, എന്ത് പറ്റി? അത് അവള് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവള് തന്നെ അതിന് ഉത്തരം പറയുന്ന രീതിയാണ് എനിക്ക് തോന്നിയത്. കാരണം അവളെ ഇളയച്ചനെ അല്ല, മറ്റെന്തോ കള്ളത്തരം ഇതിനകത്തുണ്ട് എന്ന് ശ്രുതിയെക്കുറിച്ച് രേവതി സച്ചിയോട് പറഞ്ഞു. അപ്പൊ സച്ചിക്ക് ഓൾറെഡി ശ്രുതി ഒരു കള്ളിയാണെന്ന് അറിയാം. പിന്നെ ഇപ്പൊ പഠിച്ച കള്ളിയാണ്. എന്തായാലും ചോദിക്കാനായിട്ട് സച്ചി തുടങ്ങിയപ്പോ ശ്രുതിയുടെ ഫോൺ പിടിച്ചു വാങ്ങിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോ രേവതി പറയുവാണ്, വേണ്ട സച്ചേട്ടാ, ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാവും, എന്തായാലും കാലം തെളിയിക്കുമല്ലോ, നമുക്ക് കാത്തിരിക്കാം എന്ന് രേവതിയും പറഞ്ഞു. എന്തായാലും ആ വഴി നോക്കി, അതും നടന്നില്ല. അപ്പോൾ ഇനി അവരുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം എത്രയും പെട്ടെന്ന് പൈസ ശരിയാക്കിയേ മതിയാകും. രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, കാരണം ഇത്രയും പ്രശ്നങ്ങൾ നിന്നിട്ട് പോലും സുധിയേട്ടൻ ഇങ്ങനെ അച്ഛനോട് വീട് വിൽക്കുന്ന കാര്യം ചോദിച്ചില്ലേ, അത് ശ്രീകാന്തിനെ വല്ലാതെ ഭയങ്കര ദേഷ്യത്തിൽ ആക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. വർഷയും ശ്രീകാന്തും കൂടി ഈ കാര്യങ്ങൾ പറയുകയും ഇനി സുധിയേട്ടന് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ, സച്ചേട്ടൻ ദേഷ്യവും വാശിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അന്യരുടെ ഒരു രൂപ പോലും മോഹിക്കാതെ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ് സച്ചിയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധിയും ശ്രുതി അവിടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ പറഞ്ഞു, ഇതേപോലെ ശ്രീകാന്തിനോടും വർഷയോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിച്ചു, ശ്രീകാന്തെ എനിക്ക് കുറച്ച് പൈസ ശരിയാക്കി തരാമോ, നീ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. എന്നാൽ തൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ, നിന്റെ കയ്യിലില്ല എന്ന് എനിക്കറിയാം, നീ നിന്റെ അമ്മായിയച്ഛനോടൊന്ന് ചോദിക്കാമോ, വർഷയുടെ അച്ഛനോടൊന്ന് നീ കുറച്ച് പൈസ ചോദിക്കാമോ, 70 ലക്ഷം രൂപ ചോദിക്കാമോ, എന്നിട്ട് ആ പൈസ എനിക്ക് തരാമോ, കടമായിട്ട് തന്നാൽ മതി, ഞാൻ അത് കുറേ
കുറേശ്ശെ തന്നു തീർക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ശ്രീകാന്ത് സമ്മതിച്ചില്ല. എന്ത് സംഭവിച്ചാലും തന്റെ അമ്മായിയച്ഛനോട് താൻ ചോദിക്കത്തില്ല. കാരണം തനിക്ക് അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഹോട്ടല്, ഞാൻ ആ 70 ലക്ഷം രൂപ കിട്ടിയാൽ ഹോട്ടൽ തുടങ്ങിയേനെ. എനിക്ക് മഹിമ ആന്റി ചെക്ക് തന്നതാണ്, ബ്ലാങ്ക് ചെക്ക്. പക്ഷെ അതിൽ പോലും ഞാൻ പൈസ എഴുതിയെടുത്തിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ പൈസ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വർഷയോട് ചോദിച്ചപ്പോൾ വർഷയും ഇതേ തീരുമാനം തന്നെയാണ്. അവർക്ക് എന്ന് എനിക്ക് തരാൻ തോന്നുന്നു അന്ന് അവർ തരട്ടെ, അവർ തന്നില്ലെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല, എങ്കിലും ഞാൻ എന്തായാലും ചോദിക്കത്തില്ല എന്ന് വർഷയും പറഞ്ഞു. മാത്രമല്ല സുധിയും ശ്രുതിയും ഇങ്ങനെ ഒരു കാര്യം വന്ന് ചോദിച്ചതിൽ നീരസവും ദേഷ്യവും ഒക്കെ ശ്രീകാന്തും വർഷയും കാണിക്കുകയും ചെയ്തു. അപ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ സുധിയുടെ തനിനിറം പുറത്തു വന്നു. ഈ കുടുംബത്തിൽ ജനിച്ചത് ഏറ്റവും വലിയ തെറ്റായി, ഇപ്പോൾ ഇവിടെ ആരും എന്നെ സഹായിക്കാൻ പോകുന്നില്ല, എല്ലാവർക്കും സ്വാർത്ഥതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ സുധി പറഞ്ഞിട്ട് പോവുകയാണ്. ഇതാണ് സുധിയുടെ തനിനിറം. റൂമിൽ ചെന്നതിന് ശേഷം സുധി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്രുതിയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ശ്രുതി വീണ്ടും പറഞ്ഞു, ഞാൻ എന്തായാലും ചോദിക്കത്തില്ല, ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ ഈ കാര്യം അവരോട് ചോദിക്കത്തില്ല, ഫാമിലിയോട് ചോദിക്കത്തില്ല എന്ന് തന്നെ ശ്രുതിയും പറയുന്നുണ്ട്. കാരണം അത് ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ, എൻ്റെ ഡീലേഴ്സിനോട്, സബ് ഡീലേഴ്സിനോട് കുറച്ചുകൂടി സെയിൽ കൂട്ടാൻ പറയാം. അങ്ങനെയാണെങ്കിൽ സെയിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സാറിനോട് കടം ചോദിക്കാമല്ലോ, എമൗണ്ട് കുറച്ച് പലിശ കടം ചോദിക്കാമല്ലോ എന്നാണ് സുധിയും പറയുന്നത്. അങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ വീട് വാങ്ങിച്ചേ മതിയാകൂ. അത് സുധിയുടെ വാശിയാണ്. കാരണം മറ്റുള്ളവരെ തന്നെ താഴ്ത്തി കെട്ടുന്നത് കൊണ്ട് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴി, അല്ലാതെ തന്റെ ജീവിതത്തിൽ മുന്നേറണം എന്നുള്ള ഒരു ചിന്തയല്ല സുധിക്ക്. എന്തായാലും ഈ സംസാരങ്ങൾ നിൽക്കുമ്പോഴും സച്ചിയും രേവതിയും വീടിനെ കുറിച്ച് സംസാരിക്കുകയും രേവതിക്ക് എങ്ങനത്തെ ഒരു വീട് വേണമെന്ന് പറയുമ്പോൾ ശാന്തിയും സമാധാനമുള്ള, ഇത്രയും വലിയൊരു ആഡംബരമൊന്നും വേണ്ട, ഒരു വീടായിട്ട് തോന്നുന്ന കുറച്ച് മുറികളൊക്കെ ഉള്ള ഒരു ചെറിയൊരു വീട് മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ രവീന്ദ്രൻ ഇനി നമ്മളെ വിട്ടു പോകുമോ, ചിലപ്പോൾ ഈ വീട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മാറുമോ എന്നുള്ള ഒരു സങ്കടം രേവതി ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല, കാരണം അച്ഛൻ എന്നെ വിട്ടിട്ട് ഒരിടത്തേക്കും പോകത്തില്ല എന്ന് സച്ചിൻ പറഞ്ഞു. ഈ സംസാരത്തിനിടയിലാണ് ശ്രുതിയെ കുറിച്ചുള്ള ചില രഹസ്യങ്ങള്, അതായത് സംശയങ്ങള് രേവതി പറയുന്നത്. ശ്രുതി എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അന്ന് ഈ ഫോണിൽ സംസാരിച്ചപ്പോൾ പോലും അവൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്നും, മാത്രമല്ല മഹിമ ഇപ്പോൾ ഭാമ ആന്റിയുടെ കയ്യിൽ ആ 1 ലക്ഷം രൂപ കൊണ്ടുകൊടുത്തതും അങ്ങനെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ നിഗൂഢ രഹസ്യങ്ങളുണ്ടെന്ന് രേവതി പറഞ്ഞു. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് സച്ചിയും രേവതിയും. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? എന്തായാലും ശ്രുതിക്കെതിരെ ഇപ്പോൾ ശ്രുതി ഇത്രയും നാൾ വിചാരിച്ചത് താൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരും പിടിക്കപ്പെടത്തില്ല, അതായത് തന്നെ ആരും പിടിക്കത്തില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഉറപ്പായിട്ടും തന്റെ കള്ളങ്ങൾ ഒരു നാൾ പുറത്തു വരുമെന്ന് ശ്രുതി മനസ്സിലാക്കുന്നില്ല. ഇനി ശ്രുതിയെ കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്താകുന്ന ദിവസങ്ങളാണ്. ഈ വീട് വാങ്ങാൻ പറ്റാതെ ഉറപ്പായിട്ടും ഈ വീടിനെ കുറിച്ചുള്ള സത്യങ്ങൾ സുധിയും ശ്രുതിയും തിരിച്ചറിയും. അതിന് തൊട്ടു പിന്നാലെ തന്നെ നീലിമ വരികയും ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.